ഗായ്സ്, അപ്പോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ റമദാൻ 3. ജസ്റ്റ് വീട് 3-ന് നമ്മൾ എന്തൊക്കെ വീട്ടില് ചെയ്തിട്ടുള്ളത്, മറ്റേ 3 നമ്മളെ ആ 3 റമദാൻ 3 നമ്മുടെ വീട്ടില് എന്തൊക്കെ ഉണ്ടാക്കുന്നു, എന്തൊക്കെ പരിപാടിയാണ് കാണിക്കാൻ പോകുന്നത്. വീഡിയോയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ പരിപാടികൾ, കുട്ടികൾ കുറച്ച് ചലമ്പുകൾ, അങ്ങനെ വീഡിയോ പോകും. അപ്പോ എല്ലാവരും തുറന്ന് കാണാം. അപ്പൊ നമ്മുടെ ഒരു ഐറ്റം നമ്മുടെ പൊണ്ടാട്ടി ഉണ്ടാക്കുന്നത് മോമോസ് അല്ലേ, മോമോസ്. അപ്പൊ ഒന്നൊരു മോമോസിന്റെ റെസിപ്പി കാണിച്ചാൽ, റെസിപ്പി ഒന്നും ഇല്ല, രസം ഉണ്ടാക്കണ പരിപാടി, ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ കാണിച്ചാൽ. റെസിപ്പി എല്ലാവർക്കും അറിയണതാണ്. അപ്പൊ ചിക്കൻ മോമോസ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ. ഫ്രൈ ആണോ അതോ മറ്റേ ഓവനിലോ? മറ്റേ ആവിയിൽ വേവിക്കുന്ന റെഡിയോ? അപ്പൊ ആവിയിൽ വേവിച്ചനെ. ഫ്രൈ ആണെങ്കിൽ ഇപ്പോൾ എല്ലാവരും പറയും കൊളസ്ട്രോൾ ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ആവിയിൽ വേവിക്കുന്ന പരിപാടി. പിന്നെ ഒരു പുറത്ത് നല്ല മഴയുണ്ട്, കാണിച്ചിട്ടുണ്ട്. പുറത്ത് നല്ല മഴയാണ്. നല്ല മഴ എന്ന് പറഞ്ഞാല് ഫുൾ ടൈം മഴയാണ്. അതാണ് പുറത്ത് ഡോറൊക്കെ തുറന്ന് അല്ലേ. അയ്യോ, ആളുകളൊക്കെ പോകണല്ലേ. മഴയാണ്, മഴ. നല്ല കാറ്റും ഉണ്ട്, നല്ല മഴയുണ്ട്. അല്ലേ ഇവിടെ എപ്പോഴും മഴയാണ്. നമുക്ക് മഴ കാണാൻ വേണ്ടി നാട്ടിൽ കൊണ്ട ഒരു ആവശ്യവും ഇവിടെ ഇല്ല. എപ്പോൾ നോക്കിയാലും നല്ല മഴ ഇങ്ങനെ പെയ്യും. എപ്പോഴും തന്നെ ഇവിടെ UK-ലുള്ള പ്രത്യേകം എന്താ വെച്ചാൽ നാട്ടിലത്തെ മാതിരി മഴ കിട്ടും, അതേമാതിരി നല്ല വെയിലും ചൂടും ആ കാലഘട്ടവും കിട്ടും, നല്ല സ്നോ ഉള്ള കാലഘട്ടവും കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ചെറുപ്പത്തിലെ നോമ്പ് കാലം രസമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ നാട്ടില് ചെറുപ്പം വലുതായിട്ടായിരിക്കും ചിലപ്പോ നമ്മളെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു നോമ്പിന്റെ ഫീൽ സത്യം പറഞ്ഞ ഇപ്പൊ ഇല്ല. എന്താ ഫുഡുകൾ എന്ന് പറഞ്ഞാൽ നോമ്പിന്റെ സമയത്ത് സ്പെഷ്യൽ ഫുഡുകൾ ഇട്ടിരുന്നു. അതുപോലെ സ്കൂൾ ഒരു മാസം പൂട്ടി ഉമ്മാന്റെ വീട്ടിൽ പോയി നിൽക്കുക. ആളുണ്ട് ഇവിടെ അലമ്പാക്കാനായിട്ട്. ഓലോതായ ലൈഫ് ഓല് ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഓലോടെ എൻജോയ് ചെയ്യട്ടെ. ഇതൊക്കെ പാടട്ടിട്ട് ഇതെന്താ പരിപാടി? ഹൗസാ? ഓക്കെ, അവിടെ കളിച്ചോളൂ. ഹൗസിന് പുറത്തേക്ക് ഇറങ്ങല്ലേ കേട്ടോ. ആ ഹൗസിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നായി. ഹലോ, താങ്കളുടെ ഹൗസ് എവിടെ? ഇതെന്താണ്? ഇതാരാണ്? ടോയോ? പേരില്ലേ ടോയ്ക്ക്? നെയിമില്ലേ? എന്താ നെയിം? ഇനി പറയാ. എന്താണ് പ്രൈഡോക്കോ? ബാർബി ഡോളോ? സ്റ്റെഫിയോ? അത് ശരി. ഞാൻ നന്നായിട്ട് പരത്തിട്ടില്ലേ? ഫുള്ള് പരത്തിക്കൂടി. നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. നമ്മൾ പറഞ്ഞ എന്താ വെച്ചാൽ നോലുമ്പ് കാലത്തുള്ള എൻജോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്കൂള് പൂട്ടിയിട്ട് ഉമ്മാന്റെ വീട്ടിലേക്ക് പോവല്. അതൊരു മാസം. ഞങ്ങളെ നാട്ടിലൊക്കെ സ്കൂള് ഒരു മാസത്തിനായിരുന്നു ആ കാലത്ത് പൂട്ടിയിരുന്നത്. റമദാൻ മാസം വരുമ്പോ സ്കൂൾ ഒരു മാസം പൂട്ടും. അത് ഭയങ്കര രസം. ഇപ്പൊ അങ്ങനെ റമദാൻ മാസത്തിൽ ഒരു മാസത്തിന് പൂട്ടാറില്ല ഞങ്ങളെ സ്കൂള്. ഇപ്പൊ ഞങ്ങളെ ചെറിയ സ്കൂളൊക്കെ ഫുൾ റമദാൻ മാസത്തിൽ വർക്കിംഗ് ആണ്. അന്ന് അങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെ പോവും. പിന്നെ നോമ്പ് മീറ്റും മറ്റേ എണ്ണക്കടി പരിപാടികളും ഫുഡുകളൊക്കെ ഉണ്ടാക്കുന്ന ആ സമയം വൈകുന്നേരം ഒരു തിരക്ക്. മീറ്റും വൈകുന്നേരം കഴിഞ്ഞ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഈ പത്തിരി പരിപാടി, എണ്ണക്കടി പരിപാടി, ആ ഒരു തിരക്കൊക്കെ കയറും. ആ സമയത്ത് അത് കാണുമ്പോൾ അപ്പൊ നല്ല ഫുഡ് കിട്ടില്ല. എന്ത് രസമായിരുന്നു എന്നൊക്കെ വലിച്ച വെച്ച. അത് കഴിഞ്ഞ നമസ്കാരമൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ സെറ്റായി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തറാവിക്ക് പോകും. ആ തറാവിക്ക് പോകുമ്പോൾ അതും ഒരു എൻജോയ്മെന്റ് ആയിരുന്നു. കുറെ കളികളും ചിറികളും ഒരു ലൈഫായിരുന്നു. എന്നാലും അതൊക്കെ പോയി എന്നാ പറയാൻ പറ്റുള്ളൂ. കാരണം ഒന്നും പ്രായം ഉണ്ടായതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ വന്നുകൊണ്ടായിരിക്കും. എന്തായാലും ആ നോമ്പിന്റെ ഫീലൊക്കെ ജസ്റ്റ്. ഹലോ, നമ്മളിവിടെ സിനിമാറ്റിക് ഡാൻസ് അല്ല കളിക്കുന്നത്. ലൈറ്റ് ഒക്കെ ഇട്ട് കിടത്താൻ ലൈറ്റ്. അപ്പോ അങ്ങനെയൊക്കെ ആയിരുന്നു ലൈഫ് എന്ന് പറയാം. അപ്പൊ നമുക്ക് നമ്മൾ പരിപാടിക്ക് എങ്ങനെ പോവാം. ജസ്റ്റ് കുക്കിംഗ് അവിടെ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. എന്റെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ നമ്മൾ മോമോസിനുള്ള മൈദപ്പൊടി കുഴച്ചെടുക്കാണ്. ചിക്കൻ കറി വെക്കാനുള്ള സംഭവം ഒക്കെ ഉണ്ട്. കിഴങ്ങ് പോകുന്നു. ഇനി മൈദപ്പൊടി മോമോസിനുള്ള ഞാൻ ഇവിടെ കുഴക്കാൻ പോകുന്നു. ഇതൊക്കെയാണ് ഇവിടെ തിരക്ക്. അതാരൊക്കെയാണ് നാട്ടിൽ നിന്ന് വിളിക്കുന്നു. മോമോസിനുള്ള മൈദ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി ഇവിടെ അടുത്തായി കൊടുക്കുന്നു. ഇനി മോമോസിനുള്ള മസാല കിഴങ്ങ് സെറ്റാക്കിയിട്ട്
ചിക്കൻ വേവിച്ചിട്ടുണ്ട്, അതും കൂട്ടിട്ട് നമ്മൾ ഇറച്ചിടണം. മോമോസുക്കുള്ളത് സെറ്റ് ചെയ്യണം. സമയത്ത് കുക്ക് ചെയ്യണത് രസം തന്നെയാണ്. അത് അങ്ങനെ റവ കൊണ്ട് ഒരു സാധനം, റവ പത്തലാണ് എന്തോ ഉണ്ടാക്കാൻ വേണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ മോമോസിന് റെഡിയാണ്. പിന്നെ ഇനി പാല് കൊണ്ട് ഞാൻ ഫ്രൂട്ട്സിന്റെ സെറ്റപ്പ് സാധനം ഉണ്ടാക്കാൻ പോകണം. ആരും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണ സാധനം. കുറച്ച് ചിയ സീഡ് ഒരു ടീസ്പൂണ് ഞാൻ വെള്ളത്തിലിടാൻ പോകുന്നുണ്ട്. ഇത് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഇത് വേണം. ചിയ സീഡ് കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കട്ടെ. റവ പത്തൽ ഉണ്ടാക്കാനുള്ള മിക്സിംഗ് ആണ്. അത് തേങ്ങ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കുറച്ച് വഴി പോയി, കുഴപ്പമുള്ള സാധനം നന്നായിട്ട് നല്ല ചൂടിൽ കുഴച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ കസ്റ്റാർഡ് പൗഡർ നമുക്ക് ഒന്ന് കലക്കിയെടുക്കാം. പാല് തിളച്ചതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ശേഷം ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ അടി നന്നായിട്ട് പിടിക്കുക. എന്നാലും പിടിക്കും, എന്നാലും ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റി വെക്കാം. കട്ടി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടേ, ചെറിയ കട്ടി. നല്ല അടിപൊളി നമുക്കിന്നൊരു ജ്യൂസ്, റമദാൻ സ്പെഷ്യൽ ജ്യൂസ്, ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. എന്തെങ്കിലൊക്കെ ഉണ്ടാക്കണ്ടേ, നോമ്പല്ലേ. ഫർസാന്റെ സ്പെഷ്യൽ ഐറ്റം ഫർസാൻ ഉണ്ടാക്കുന്നു ഗൈസ്. ഞാനിവിടെ നമ്മുടെ സ്പെഷ്യൽ ജ്യൂസിലേക്കുള്ള ഫ്രൂട്ട്സ് വെട്ടിക്കൊണ്ടിരിക്കുന്നു. ചിക്കൻ വട്ടാണ്ട് അല്ലേ, ചിക്കൻ വട്ടൊക്കെ ഉണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്തോ ഒന്ന് വരാൻ കിടക്കുന്നുണ്ട്. അങ്ങോട്ട് പുടൂ. ഓ, ചൊറുക്കുണ്ടാക്കിയത് മതി ഇടുന്ന്. ആ, ഓക്കെ. കൈ മുക്ക്. ചൂടൊക്കെ നോക്കണ്ട, മറ്റേ അരിസ്റ്റ് ചെയ്യുന്ന ഒരു ഫിംഗേഴ്സ്. അയ്യോ, ഇതിപ്പോ ഇടും. ഓക്കെ ഓക്കെ, റെഡി. 1 2 3 സ്റ്റാർട്ട്. ആക്ഷൻ. ആ, പൊന്തി വരും. അതൊക്കെ വരും. അതാ വന്ന് ടാക്ക് പൊന്തി ഒന്ന് ഇത് പൊന്തി പുറത്തേക്ക് ആടണോ? അങ്ങനെ ചാടൂല. ഇനി മറിച്ചിട്ട് ആയിട്ടുണ്ടോ? ആവട്ടെ. കേട്ടോ, പൊള്ളൊക്കെ കേട്ടോ. സെറ്റ്. സാക്സ്. അങ്ങനെ പത്തലോ എന്താണ്? ആ, പത്തലല്ലേ, എന്തൊരു സാധനം. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഒരു നോക്കട്ടെ. ഇതിലാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ ഫ്രൂട്ട്സ് കഴിച്ച്. ഒരു പഴം ഇതിൽ വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഫ്രൂട്ട്സ് ഇതിൽ വെട്ടണം. നമുക്കിതൊക്കെ ഇടാം. ഇന്നലെ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി മോമോസ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. മോമോസ് നമുക്ക് ആവിയിൽ വേവിച്ചാൽ അപ്പോൾ ഓരോ ബോളാക്കി എടുത്തിട്ട് നമുക്ക് നല്ല മോമോസ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മോമോസ് എന്തൊക്കെയാ കാട്ടിൽ മോമോസ് ഉണ്ടാക്കുന്നുണ്ട്. സമയം ഞങ്ങൾക്ക് വഴുകി പോയി, കാരണം ഞങ്ങൾക്ക് ടൈം നോക്കിയില്ല, അതുകൊണ്ട് വഴുകി പോയി. വേറെ സാധനമൊക്കെ ഉണ്ടാക്കുന്നത് ഇത്, പക്ഷെ നടക്കൂല, സമയമില്ല. അപ്പോൾ ഇത് നമുക്ക് മോമോസ് ആദ്യം ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ജ്യൂസ് ഇവിടെ റെഡിയാവാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. കാരണം ടൈം ഇപ്പോൾ 5:30 ടൈം. പക്ഷെ ബാങ്കിന് ടൈം കാണിച്ചുതരാം. ടൈം നോക്കുമ്പോൾ 5:35 ഫ്രൈഡേ 20-ാം തീയതി 5:35 ബാങ്ക്. ഓൾറെഡി ടൈം 31 അപ്പോൾ സെറ്റൊക്കെ ചെയ്ത് നോമ്പറ കിടക്കൂല. ഇന്ന് പാച്ച് നോമ്പറ. ഓക്കെ അല്ലേ?
ഇതാണ് ഇന്നത്തെ ജ്യൂസ്. ഇതാണ് നമ്മൾ ജ്യൂസ്. അപ്പോൾ അതിലേക്ക് സാധനം ഒഴിച്ച് ഇനി അതിലേക്ക് മറ്റേ നേരത്തെ വെച്ച കെസ് ഉണ്ടല്ലോ, ചിയാ സീഡ്, അതോട്ട് ഒഴിച്ചു കൊടുക്കുക. ഫുൾ സാധനം അവിടെ റെഡി ആക്കിക്കണു. നമ്മുടെ ജ്യൂസ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കുക. അല്ലേ, സെറ്റ് സെറ്റ്. ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ പിന്നെ ഒന്നും വേണ്ടില്ല. നോമ്പ് ഈ ഉണ്ടാക്കിയതൊക്കെ വേസ്റ്റ് ആവുന്നതാണ് എൻ്റെ വിശ്വാസം. അത്ര സെറ്റപ്പിലുണ്ടാക്കിയുണ്ട്. ഒരു ഗ്ലാസ് കുടിച്ച കിളിയാണ് വാങ്ങും. നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ പോകാം. മുന്തിരി, തണ്ണിമത്തൻ, നാട്ടിലുള്ള ചില്ലറ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ പോവാം. എന്നിട്ട് നോമ്പറ അടുക്കളയില് ബാങ്ക് കൊടുത്തു. കാരൊക്കെ വെച്ച് നോമ്പറക്കാൻ ഒരു ചേഞ്ച് ഒക്കെ വേണ്ടല്ലേ. ജ്യൂസിൽ കുറച്ച് ഐസ്ക്രീം കൂടി കോരിട്ട് കഴിഞ്ഞാൽ സെറ്റ്. റെഡി ആയിക്കോളൂ ഗൈസ്. ഈ മോമോസ് അടിക്കാം. ചൂട് കൊടുക്കുന്ന തൊള്ളി വളമാണ്. ഇപ്പോൾ ഗൈസ് നോമ്പൊക്കെ തുറന്ന് മഹരി ബസ്കാരൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്നു. ബസ്കരിക്കുമ്പോൾ വ്ളോഗ് ചെയ്യാമെന്നാണ് തോന്നിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകൾ. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു, നോമ്പൊക്കെ തുറന്ന് ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത് അങ്ങനെ പോകും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ദിവസങ്ങൾ. അപ്പോൾ ഗൈസ് മോമോസ് ഒക്കെ ഉള്ളേ നോമ്പ് സത്യം പറയാം നല്ല രസമുണ്ട് മോമോസ്. അതിൽ ഒന്നെണ്ണം പൊരിച്ചു വെക്കും. പൊരിച്ചു രക്ഷയില്ല. എല്ലാം കേട് ശരീരത്തിലുള്ളതൊക്കെ നല്ല രസമാണ്. ഗൈസ് ഇന്നലെ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് വീടെടുക്കാൻ പറ്റും. നോമ്പ് പറഞ്ഞാൽ പിന്നെ ക്ഷീണക്കാരല്ലോ, അതുകൊണ്ട് അങ്ങനെ കിടന്നുറങ്ങിപ്പോയി. അങ്ങനെ വീണ്ടും പുലർച്ചെ 4:30 എണീറ്റ് പുലർച്ചയ്ക്ക് എണീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പോവാണ്. എന്താ 2 നേരമുള്ള ഫുഡല്ലേ, പുലർച്ചെ ഫുഡും നൈറ്റ് ഫുഡും. ചോറ് സെറ്റായി. ചോറ് സെറ്റായിട്ടുണ്ട്. ഇന്നലെ ഉണ്ടാക്കിയ എന്താ ആ ജ്യൂസ് ഓരോ ഗ്ലാസ്, പിന്നെ കുറച്ച് മോര് കറി, പിന്നെ കുറച്ച് ബീഫ് വരട്ടെ. ഇതാണ് ഇന്ന് പുലർച്ചെ ഫുഡ്. അപ്പൊ ഗൈസ് നോമ്പ് പറഞ്ഞ് ആ ക്ഷീണത്തിലൊന്ന് കിടന്നു പോയി, ഉറങ്ങിപ്പോയി, ചേർന്ന് ഉറക്കം നീച്ചതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരാം. അതുവരെ എല്ലാവരോടും ബൈ.